ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ബാംഗിൾസ് ആണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ, ആൻറ്റി ടെർണിഷ് ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ച് മോഡൽസ് അധികം ഉണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം നിർത്തി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് തന്നെ ലൈക്ക് എടുക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഇപ്പം പറഞ്ഞാൽ സീസൺ ടൈമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറ്റിയ സമയമാണെന്ന് ഞാൻ പറയൂ. ഞാൻ നല്ലൊരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, ഇനിയിപ്പോൾ നോമ്പായി, പെരുന്നാളായി, പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വിഷു ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെ കല്യാണ സീസൺ ആയിരിക്കും. അത് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വലിയ പെരുന്നാൾ വരാറായി. അപ്പോൾ ഇൻഷാ അല്ലാ, അപ്പോൾ ഇതിനൊക്കെ എന്തായാലും ഏതുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എന്തായാലും അവനാണ് മക്കൾക്ക് എന്തായാലും വാങ്ങിച്ചു കൊടുക്കാതിരിക്കില്ല. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇതിനൊന്നും പൈസ കളയാനും മടിയില്ല കൂട്ടരല്ല, ജനറേഷനല്ല ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത്. കാരണം അതുകൊണ്ടൊന്നും കുറേ പാത്തേച്ചിട്ട് പണ്ടത്തെ പോലത്തെ അല്ലല്ലോ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ അത് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റീസെല്ലേഴ്സാണ്, നിങ്ങൾക്ക് റീസെല് ചെയ്യാം. കാരണം ഇപ്പോൾ പറ്റിയ സമയം ഇതല്ലാതെ ഇനിയൊരു സീസൺ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാം ഒന്നിച്ച് വന്നിട്ടുള്ളൊരു സീസണാണ്, വെക്കേഷനാണ്, ഫങ്ഷൻസ് ഉണ്ടാവും, വിഷു ഉണ്ട്, ഓണുണ്ട്, പെരുന്നാൾ വരുന്നോ, സ്കൂൾ തുറക്കണം, എല്ലാം ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങാം. എന്തെങ്കിലും വീട്ടിൽ നിന്ന് വരുമാനം വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇത് നിങ്ങൾക്ക് കടയിൽ പോയിട്ട് അന്വേഷിച്ചാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഓൺലൈനായിട്ടാണ് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് 200 രൂപയിൽ താഴെ കിട്ടുന്ന എനിക്ക് ഒരു ഇതുമില്ല. കാരണം അത്രയും നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് റേറ്റ് കൂടുതൽ പീസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് റേറ്റ് കുറവിൽ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ റേറ്റ് കൂടുതലായിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇത് റീസെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 200, 220 രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ചില ആളുകൾക്കുള്ള പ്രശ്നമാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. ഷിപ്പിംഗ് ഇല്ലാതെ പിന്നെയാണ് 50 രൂപ എനിക്കെന്താ ഉള്ളത്. നിങ്ങളൊരു പീസ് സാധനം വാങ്ങിയാൽ അതിൽ എനിക്ക് ചിലപ്പോൾ കിട്ടുന്ന 20, 25 രൂപ, ചിലപ്പോൾ 10, 20, ചിലപ്പോൾ 20 രൂപേൻ്റെ ലാഭം എന്ന് പറയാൻ പറ്റില്ല. അതിലെനിക്ക് ഇവിടുത്തെ പാക്കിംഗ് കവർ നോക്കണം. പിന്നെ ഞാൻ ഈ മെനക്കെടണേ എന്തെങ്കിലും വേണ്ട എനിക്ക്. പിന്നെ എന്താ എനിക്കുള്ളത്? അപ്പോൾ പിന്നെ ഈ ഷിപ്പിംഗ് കൂടി ഇല്ല, ഞാൻ ഷിപ്പിംഗ് ചാർജ് കൂടി ഇല്ല, പിന്നെ ഞാൻ നിങ്ങൾക്ക് വെറുതെ തരുന്ന പോലെയല്ലേ ആർക്കും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു 1500, 2000 രൂപക്കൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓഫർ പ്രൈസ് അല്ല, സാധാരണ നോർമൽ, അതായത് ക്ലിയറൻസ് സെയിൽ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ഇതേപോലെ ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2000 രൂപക്കൊക്കെ പർച്ചേസ് ചെയ്യണം, മുകളിലോട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കാറുണ്ട്. അത് അത്രയും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇതിലാണ്. കാരണം വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രം അധികം എമൗണ്ടിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് ഫ്രീ കൊടുക്കും. അതിൻ്റെ കൂടെ വേറെ ഒന്നും ആഡ് ആക്കാൻ പറ്റില്ല. ഇതേപോലത്തെ റെഡിമെയ്ഡ് ഐറ്റംസ്, മാല, വള, ബ്രേസ്ലെറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് വലിയവർക്കുള്ളതാണ് കേട്ടോ. അഡൽസിനും മുതൽസ് എന്ന് വെച്ചാൽ അത്യാവശ്യം തടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റും. ഇതിൻ്റെ 2 ഇഞ്ച്, 2.5 ഇഞ്ച് ഇങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ. ഇഞ്ച് സൈസാണ്. ഇതുപോലെയാണ്. ഇതിൻ്റെ പല മോഡൽസാണ്, ഒക്കെ ഓരോ പീസേ ഉള്ളൂ കേട്ടോ. അതിൽ ചിലതന്നെ നിങ്ങൾക്ക് ചോദിക്കുമ്പോഴത്തേന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്തപ്പോൾ തന്നെ 1-2 പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കണ്ടല്ലോ, ഇതൊക്കെ സെയിം ആ ഒരു സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഇനി എല്ലാം എടുത്ത് കാണിക്കണ്ടല്ലോ കരുതിയിട്ടുണ്ട്. സെയിം സൈസിന് വന്നിട്ടുള്ളത്, 2.5 ഇഞ്ചിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഇവിടെ 2 ഇഞ്ച്. ഓക്കെ, സെയിം സൈസിന് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഡെയിലി വെയറിന് പറ്റും, ആൻറ്റി ടെർണിഷാണ്, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഡെയിലി വെയറിന് പറ്റും കേട്ടോ. നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ കൊടുക്കുന്നതൊക്കെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് തന്നെ പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലയെന്നും പറയും. അതുതന്നെയാണ് നമുക്ക് വീണ്ടും കൂടുതൽ കസ്റ്റമേഴ്സ് കിട്ടാനുള്ളത് ഇത് കേട്ടോ. നമ്മളുള്ള കാര്യം പറയാൻ നോക്കുക. ഓക്കെ, വേറെ ആരും പറ്റിക്കാതെ ഇരുന്നാൽ നമുക്കും അതേപോലെ ഇതായിരിക്കും. പിന്നെ ഇതാണ്, ഇത്രയും മോഡൽസാണ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഫോട്ടോസ് കാണിക്കാത്തത് കേട്ടോ. ഈ ഗ്രൂപ്പിൽ ജോയിൻ ഇല്ലാത്തവർ നിങ്ങൾ ഫോട്ടോസ് ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാലും മതി കേട്ടോ. നിങ്ങൾ മുകളിൽ ഫസ്റ്റ് കാണിച്ചല്ലോ, ഇത്രയും പീസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒക്കെ ഓരോ പീസേ ഉള്ളൂ കേട്ടോ. ചിലത് മാത്രം 1-2 പീസ് ഉള്ളൂ. അത് പറഞ്ഞാൽ ഏതൊക്കെ വെച്ചാൽ ഈ ഒരു പീസ് ഏതാണോ, ഇതൊരു പീസ് ഉണ്ട് എക്സ്ട്രാ, അതുപോലെ ഇതൊരു പീസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 180 രൂപയ്ക്കാണ് കേട്ടോ. 180-നാണ് ഞാനിത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കാരണം 200 രൂപയ്ക്ക്, 220 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ്. ഇപ്പം നമ്മൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ കൂടുതൽ പീസ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റേറ്റിൽ കുറവിൽ കിട്ടിയതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ടെല്ലാം കരുതിയിട്ടാണ് കേട്ടോ. ഓപ്പണായിട്ട് വരുന്നതാണ്. നമുക്കിങ്ങനെ കയ്യിലൂടെ ഇങ്ങനെ കയറ്റേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇടാൻ പറ്റും. നെക്സ്റ്റ് ഫോട്ടോസ് കാണിക്കാം കേട്ടോ. ഇത് അതിനെക്കാട്ടിൽ ഒരു 10 രൂപ എക്സ്ട്രാ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. 180-ൽ 190 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. ഉണ്ടല്ലോ, ഇത് പിന്നെ ചെറുതാന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു സൈസ് 2 ഇഞ്ച്, 2.5 ഇഞ്ച്, വലിയ വ്യത്യാസമൊന്നുമില്ല. തന്നെ ഇതും 190 രൂപയാണ് കേട്ടോ.
അതൊക്കെ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ഓരോ പീസേ ഉള്ളൂ. നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഫോട്ടോസ്. ഇത് പിന്നെ വന്നിട്ടുള്ള ആൻറ്റി ടെർണിഷിൻ്റെ ആണ് കേട്ടോ. ഇതും ഡെയിലി വെയർ ആണ്, ആൻറ്റി ടെർണിഷിൻ്റെ ആണ്, ഗോൾഡ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ സെയിം ലെങ്ത് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ, സെയിം ലെങ്ത് തന്നെ വന്നിട്ടുള്ളത്. ഇതാ ഇതും തന്നെ 200 രൂപയുടെ ഉള്ളിലേ വരുന്നുള്ളൂ കേട്ടോ. ഞാൻ കൃത്യമായിട്ട് റേറ്റ് പറയാത്ത എന്താ വെച്ചാൽ റീസെല്ലേഴ്സ് ഉണ്ട്, അവർക്ക് ബുദ്ധിമുട്ടാണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ വേറെ ഏത് ചാനൽ നോക്കുകയാണെങ്കിലും ഇത് നിങ്ങൾക്ക് 200 രൂപയ്ക്ക് 200 രൂപയുടെ ആഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് കൂടി നോക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെ ആൻറ്റി ടെർണിഷാണ് കേട്ടോ. ഇതൊക്കെ ആൻറ്റി ടെർണിഷ് വന്നിട്ടുള്ളതാണ്. ഇതിന് 200 രൂപ റേറ്റിൽ വരുന്നിട്ടുണ്ട് കേട്ടോ, കാരണം നല്ല ഭംഗിയുണ്ട്. നല്ല ഇതാ ഇവിടെ ഇങ്ങനെ ലോക്കാണ് കേട്ടോ, മറ്റേതിനെ പോലെ തന്നെ ലോക്കാണ്. മറ്റേത് ഇങ്ങനെ ഇതാക്കിയാൽ മതി, ഇത് ഇവിടെ ഇതേപോലെ ആക്കിയാൽ മതി. ഇതൊക്കെ 200 രൂപേൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ കേട്ടോ. ഇതിന് 200 രൂപ വരുന്നുണ്ട്. ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ്, കാരണം കുറച്ച് ഭംഗിയുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് 200 രൂപ വരുന്നത്. ഇതും 200 രൂപ വന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ 200 രൂപയുടെ താഴെ 190 ആ റേറ്റിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് 200 250 രൂപ വരെ നിങ്ങൾക്കിത് സെയിലാക്കാൻ പറ്റും, കാരണം അത്രയും റേറ്റ് ഉണ്ട്. ഇത് പുറത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ കടയിലാണെങ്കിലും അല്ലാതെ ഓൺലൈൻ ഷോപ്പിലാണെങ്കിലും എങ്ങനെ അന്വേഷിച്ചാൽ ഇത് 200 ഉള്ളിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ കുറേ ഇത് കണ്ടതാണ്. ഇത് മാത്രമൊന്നുമല്ല, ഞാൻ പല ആളുകളുടെ കണ്ടതാണ് എത്ര റേറ്റ് വരുന്നത്. നമ്മൾ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ. ഇത് നമ്മൾക്ക് തണ്ടുവള സെപ്പറേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 55 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇതാ ഓക്കെ. പിന്നെ ഈ ഒരു ബാംഗിൾസാണ്, അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഈ ഒരു ടൈപ്പ് കേട്ടോ. രണ്ടും സെയിം തന്നെ, ഏകദേശം കുറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ. ഇതിന് ഒരു പീസിന് 50 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എടുത്തതാകണം 2 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 2 അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആക്കാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും കുറഞ്ഞ പീസേ ഉള്ളൂ. ഒരു പീസിന് 50 രൂപ, 2 പീസ് എടുക്കുകയാണെങ്കിൽ 100 രൂപ. 2 ഇയേഴ്സ് ഗ്യാരണ്ടിയാണ് കേട്ടോ. 2 ഇയേഴ്സ് ഗ്യാരണ്ടി എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 2 ഇയേഴ്സ് പറഞ്ഞാൽ ഡെയിലി വെയർ ചെയ്താൽ 2 ഇയേഴ്സ് നിൽക്കുമെന്ന് എനിക്കറിയില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി ടെർണിഷനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലാതെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ പറ്റുമായിരിക്കും. പിന്നെ ഇതാണ് 5 ലെയർ ബാങ്കിൾ കേട്ടോ. നമ്മളിങ്ങനെ വേണ്ടത് ഇങ്ങനെയാക്കാം, ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. ലെങ്ത്ത് കൂട്ടണം, ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം. ഓക്കെ. അതിൻ്റെ തന്നെ വേറെ ഡിസൈനാണ് ഇത്. ആകെ 3-4 പീസ് വന്നിട്ടുള്ളൂ കേട്ടോ. കണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതിന് ഒരു പീസിന് 150 താഴെയാണ് കേട്ടോ. 140 ആ റേറ്റിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് ഇനി കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ കുട്ടികൾക്ക് പറ്റില്ല. ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതും 130 ഉള്ളിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വന്നതാണ് ഈ ഒരു പീസ്. ഇതാണ് കേട്ടോ. ഇത് കുട്ടികൾക്കുള്ളതാണ്. 10 വയസ്സൊക്കെ ആയാലും കുട്ടികൾക്ക് പറ്റുന്നതാണ് കേട്ടോ. വലിയവർക്ക് പറ്റില്ല. 2 ഇതേ ഉള്ളൂ. വലിയ ആളുകൾക്ക് പറ്റില്ല. 2 ഇഞ്ച്. 10 വയസ്സ് 15 വയസ്സിനുള്ളിൽ കുട്ടികൾക്ക് പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള പ്രാവശ്യത്തെ സ്റ്റോക്ക് ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത്. മറ്റേ നമ്മുടെ അടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഇത് 120 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. ഇത് ആൻറ്റി ടെർണിഷൊന്നുമല്ല, സാധാ റോസ് ഗോൾഡാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്ക് കുറച്ച് മാലകളൊക്കെ കാണിക്കാനുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഈ ഒരു സീസണിൽ നിങ്ങൾക്ക് വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് മെനക്കെടവും വേണം. പിന്നെ എന്താ പറയുക, താൻ പാതി ദൈവം പറയുന്നത് നല്ലോണം പഠിച്ചവനോട് പറയും വേണം. അതിൻ്റെ കൂടെ നമ്മൾ ജോലി ചെയ്യുന്ന ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ തന്നെ മാത്രം നമുക്ക് കഴിച്ചിലാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് ഒരു കാര്യമില്ല. സ്റ്റാറ്റസ് മാത്രം ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക, അതിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക. അത് എല്ലാവർക്കും വിജയിക്കണം എന്നില്ല. പിന്നെ നമ്മൾ പറയുന്നതിനും പെർഫെക്ഷനും ഇതിനൊക്കെയാണ്, സത്യസന്ധതയൊക്കെയാണ്. നമ്മൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ പറയാം. അതായത് ഇതുപോലത്തെ സാധനം എടുത്തിട്ട് ഡെയിലി വെയറിന് പറ്റുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയുന്നത് പറ്റില്ല. കാരണം വെച്ചാൽ ഇത് ഡെയിലി വെയറിന് പറ്റില്ല. എത്ര മാസം ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റില്ല. അതിനും വേണ്ടിയിട്ട് ഈ ആൻറ്റി ടെർണിഷ് സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ നമുക്ക് ഡെയിലി വെയറിനാണെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ക്യാഷ് വാങ്ങാം. ഓക്കെ. ഇതിന് നമ്മൾ 150 കൂടുതൽ റേറ്റ് വാങ്ങിയാലും ഒരു കാര്യമില്ല. കാരണം 150 താഴെ ഇതിന് കിട്ടുള്ളൂ.
കാരണം ഇത് ഡെയിലി വെയറിന് പറ്റും. ഡെയിലി വെയറിന് പറ്റും, പക്ഷേ അധിക കാലം നിൽക്കില്ല. മറ്റേത് പറഞ്ഞാൽ ഡെയിലി വെയറാണ് 6 മാസത്തിൽ കൂടുതൽ നിൽക്കും. ഇത് 6 മാസം കൂടെ നിൽക്കുന്നില്ല. അതൊരു ഏറി വന്നാൽ 1-2 മാസമൊക്കെ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പറയുന്നതിനോട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോസ് വീണ്ടും വരുന്നതാണ്. നോമ്പൊക്കെ ആയി തുടങ്ങി. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.